കല്യാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സ്ത്രീധനമാണ്. സ്ത്രീധനത്തിലെ ഏറ്റവും വലിയ വിഷയം ആഭരണമാണ്. ഏറ്റവും വലിയ വിഷയം ആഭരണമാണ്. കാരണം 10 10 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 10,000 രണ്ടാമത്തെ 10 70,000 അല്ലേ? 70,000. അതിൻ്റെ കാരണം എന്ത്? അതിൻ്റെ കാരണം ഈ വർഗമാണ്, പെണ്ണുങ്ങളാണ്. പണ്ടം ധരിക്കുന്നു പെണ്ണുങ്ങൾ എന്നത് മാത്രമാണ് പണ്ടം സ്ത്രീധനമായി വരാൻ കാരണം. പണ്ടം ധരിക്കുന്നില്ല എങ്കിൽ, ആഭരണം ധരിക്കുന്നില്ല എങ്കിൽ ആ വീട്ടിലേക്ക് സ്ത്രീധനം ചോദിച്ച ഒരാളും ചെല്ലൂല. അതുകൊണ്ട് സ്ത്രീധനമില്ലാതാകണോ? ആഭരണം ഒഴിവാക്കണം. കുറ്റിപ്പുറത്ത് 87 ചേർന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൽ ചരിത്ര പ്രസിദ്ധമായ 10 16 പ്രമേയങ്ങൾ പാസാക്കി. അതിലൊന്ന് ആഭരണ ഭ്രമം ഒഴിവാക്കണം എന്നതാണ്. അത് നമ്മളുടെ ആളുകളാണ് എഴുതിയത്. അത് നമ്മളാണ് കേട്ടത്. നമ്മളാണ് കൈയടിച്ച് പാസാക്കിയത്. എവിടെ നമ്മൾ? ആഭരണ ഭ്രമം നമ്മൾക്കിടയിൽ കുറഞ്ഞോ? എത്രയെത്ര കൊലപാതകങ്ങൾ, ആഭരണ കവർച്ചകൾ, വീട് കൊള്ളയടിക്കലുകൾ നടന്നു. എത്ര ആളുകൾ കടക്കണിയിൽപ്പെട്ടു. കല്യാണത്തിന് പണ്ടം വാങ്ങി 100 200 50 25 ഒക്കെ ഇല്ലേ? ഇതൊക്കെ കൊടുത്തു വീട്ടാൻ പെടുന്ന പാട്. ദാനധർമ്മങ്ങൾക്ക് പണമില്ല. പള്ളി ഉണ്ടാക്കാൻ, കോളേജ് ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ പണമില്ല. ഈ ഒരു ഉപകാരവുമില്ലാത്ത ചത്തുകിടക്കുന്ന പണമാണ് ആഭരണം. പെണ്ണിന്റെ ശരീരത്തിൽ നിറയെ ആഭരണം ഉണ്ടായിട്ട് എന്താണൊരു ഉപകാരം? സൗന്ദര്യമാണ് എന്ന് പറയും. സൗന്ദര്യമുള്ളവർക്ക് പിന്നെന്തിനാ ആഭരണം? അലങ്കാരമാണ് എന്ന് പറയും. ഇന്നത് അഹങ്കാരമായി മാറിയിരിക്കുന്നു. പെണ്ണിന് സ്വർണം ഹലാലല്ലേ എന്ന് ചോദിക്കും. ഇന്നത് ഫർലായി മാറിയിരിക്കുന്നു. അല്ലേ? എന്താ പച്ചർച്ചീറ്റ് ഓളിന് വരണ്ട, പച്ചർച്ചീറ്റ് ഞാൻ പോവില്ല എന്ന് വെച്ചാൽ പണ്ടല്ലാതെ പോവില്ല. തുണിയുപ്പായം കഴിച്ചിട്ട് പോകുന്നല്ല. പിന്നെയോ അതൊക്കെ ഇടും. പിന്നെയോ ആഭരണം വേണം എന്ന്. സ്വർണാഭരണം അനുവദനീയം എന്ന വകുപ്പിലല്ല പെടുന്നത്. സൗന്ദര്യം എന്ന വകുപ്പിലല്ല പെടുന്നത്. പിന്നെയോ അത് വെട്ടുകത്തി എന്ന നിലയിലാണ് പെടുന്നത്. എന്താ കാരണം? ഇതങ്ങ് ഇല്ലെങ്കിൽ പെണ്ണിന്റെ ചെക്കന്റെ ബാപ്പിയും കൊരങ്ങന്മാരാവും. അവര് വെട്ടുപോത്തുകളാവും, കാട്ടുപോത്തുകളാകും. ഒരു തുറിച്ചു നോക്കും, അവരാക്രമിക്കും. മണ്ണെണ്ണ സ്റ്റൗ പൊട്ടിത്തെറിച്ച് ആത്മഹത്യ എന്ന പേരിൽ കൊലപാതകമുണ്ടാകും. അല്ലേ? ഏട്ടത്തിയും അഞ്ചത്തിയും മുത്തച്ചി ഇളച്ചിയൊക്കെ ആഭരണം ധരിച്ച് പോകുമ്പോൾ ആഭരണമില്ലാതിരുന്നാൽ കുറച്ചിലാണ് എന്ന അവസ്ഥ വരും. കുത്തുവാക്കുകൾ ഉണ്ടാകും, മുറുമുറുപ്പുണ്ടാവും, വെറുപെറുപ്പുണ്ടാവും. കൊണ്ടുവരുമെന്ന് പറയും. 300 പവൻ ചാവക്കാട് കണ്ടില്ലേ പത്രവാർത്ത? 300 പവൻ കൊടുത്തിട്ട് പിന്നെയും ചോദിക്കുകയാണ്. ലെൻസർ കാറ് പിന്നെയും ചോദിക്കുകയാണ്. എന്നിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. സേലത്ത് തമിഴ്നാട്ടിൽ ഒരു ചങ്ങാതി, ഞാൻ ലളിതമായി സ്ത്രീധനമില്ലാതെ ആഭരണമില്ലാതെ എൻ്റെ മകളെ കെട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹല്ല് ആ കല്യാണം ബഹിഷ്കരിച്ചു. അവിടെയാണ് വിഷയം. എവിടെ എത്തി? അപ്പോൾ ആഭരണ ഭ്രമം ഒഴിവാക്കണം.